aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിയുമോ? ദാവീദ് തൻ്റെ ശത്രുക്കളെ ഭയന്ന് യഹൂദ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ 63-ാം സങ്കീർത്തനം രചിച്ചു എന്ന് നമുക്കറിയാം. മർത്യ ജീവിതത്തിലെ അനുഭവവേദ്യമാകുന്ന ശൂന്യത മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദാവീദ് തൻ്റെ നിരാശകളിൽ, തൻ്റെ വേദനകളിൽ, ഭയമുളവാക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവത്തെ അന്വേഷിക്കുന്നു. അതികാലത്ത് തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനം 1-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഇന്ന് ചുറ്റും നോക്കുമ്പോൾ എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. സ്നേഹം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഐശ്വര്യവും സന്തുഷ്ടിയും കാണാനില്ല. എങ്ങും ഭയപ്പാടിന്റെ അന്തരീക്ഷം. മരുഭൂമിയിലെ വാസത്താൽ ഉള്ളം ദാഹം കൊണ്ട് കീഴുന്നു. മനുഷ്യൻ ഒരിറ്റ സ്നേഹത്തിനായി ദാഹിക്കുന്നു. സഹായിപ്പാൻ ആരെയും കാണാനില്ല. ദാവീദ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റാരുടെയും സഹായം തേടിയില്ല. സഹായത്തിനായി അത്യുന്നതന്റെ സന്നിധിയിലേക്ക് നോക്കി അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എന്ന് 63-ാം സങ്കീർത്തനം 3-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. കിടക്കുന്നത് മരുഭൂമിയിലാണ്, അവിടെയും ദൈവത്തെ സ്തുതിക്കാൻ ദാവീദ് മറന്നില്ല. കടുത്ത പ്രതിസന്ധികളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? ദാവീദ് സ്തുതിക്കുക മാത്രമല്ല, കൈകളെ മലർത്തി പ്രാർത്ഥിക്കുന്നു. ഉള്ളം നൊമ്പരം കൊണ്ട് പിടയുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാൻ ഒരിടം ഉണ്ട്, ചായുവാൻ ഒരു മാറിടം ഉണ്ട് എന്ന് വിസ്മരിച്ചു പോകരുത്. ഞാനില്ലേ നിന്റെ ചാരെ എന്ന ദൈവശബ്ദം കേൾക്കുവാൻ മറന്നു പോകരുത്. സദാസമയവും നമ്മെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പ്രാണപ്രിയനുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. എന്നും എപ്പോഴും ദൈവത്തെ തന്നെ ധ്യാനിക്കുക. രാത്രിയാമങ്ങൾ കിടക്കയെ കണ്ണീർ കൊണ്ട് കഴുകുക. ദാവീദ് അതാണ് ചെയ്തത്. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. 6-ാം സങ്കീർത്തനം 6-ാമത് വചനം. തൻ്റെ വേദനകളിൽ ദൈവമുഖം അന്വേഷിച്ചപ്പോൾ ദാവീദിന്റെ ഹൃദയം സംതൃപ്തി കൊണ്ട് നിറഞ്ഞു. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു എന്ന് 63-ാം സങ്കീർത്തനം 5-6 വചനങ്ങൾ നാം വായിക്കുന്നു. നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മെ വലം കൈ കൊണ്ട് താങ്ങുവാൻ, നമ്മോട് പറ്റി നിൽക്കുവാൻ, തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുവാൻ സർവശക്തനായ ദൈവം സമീപേ ഉണ്ട്. ദാവീദ് അങ്ങനെ വിശ്വസിച്ചു. ദൈവത്തിന്റെ അനന്തമായ ദയയിൽ ആശ്വാസം പൂണ്ടു. സന്തോഷത്തോടെ ദാവീദ് പറയുകയാണ്, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. 63-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത് വചനം. സർവശക്തനായ ദൈവം തന്നെ സകല ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. ശത്രുതയും വിദ്വേഷവും എതിർപ്പും തിന്മയും ദുഃഖവും വേദനയും ഏകാന്തതയും ഒറ്റപ്പെടലും അവഗണനകളും ആക്ഷേപങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമുഖം അന്വേഷിക്കുക. നിരന്തരമായ പ്രാർത്ഥനയുടെയും ദൈവിക സംസർഗത്തിന്റെയും പാതയിലേക്ക് കടന്നു വരിക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക,
ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് 27-ാം സങ്കീർത്തനം 14-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.